Dear friends, you are welcome to Historia. അപ്പോൾ ഹിസ്റ്റോറിയ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സെഷനാണ്. ചില പ്രധാനപ്പെട്ട സെഷൻസും അതിൻ്റെ അധ്യക്ഷന്മാരും പ്രധാനപ്പെട്ട ഇൻസിഡൻറ്റുകളും. ദാറ്റ് മീൻസ് ഉദ്ദേശിക്കുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ദി സെഷൻസ് എന്നാണ്. എന്ന് വെച്ചാൽ പലപ്പോഴും പല കുട്ടികളും ചോദിക്കേണ്ട INCയുടെ ഏതൊക്കെ പ്രസിഡന്റുമാരെ പഠിക്കണം, ഏതൊക്കെ വർഷങ്ങൾ പഠിക്കണം എന്ന് പറയാൻ. അപ്പോൾ നമുക്കറിയാം 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തത്. അപ്പോൾ അന്ന് മുതൽ ഈ 2025 വരെയുള്ള എല്ലാ അധ്യക്ഷന്മാരെയും പഠിക്കുകയല്ല ചെയ്യുക. ചില പ്രധാനപ്പെട്ട സെഷൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചില പ്രധാനപ്പെട്ട സെഷൻസും ആ സെഷൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പഠിക്കുക. അന്നത്തെ INC പ്രസിഡന്റ് ആരാണോ അത്രയും മാത്രം പഠിക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 1885 മുതൽ 2025 വരെ, അല്ലെങ്കിൽ അറ്റ് ദി ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം കിട്ടുന്നവരെയുള്ള പ്രധാനപ്പെട്ട INC പ്രസിഡന്റുമാരും ആ സെഷനാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒന്നാമത്തെ നമുക്കറിയാം, ആദ്യമായിട്ട് നമുക്കറിയാം 1885 ഡിസംബർ 28 INC ഫോം ചെയ്തത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആദ്യത്തെ ഒരു അധ്യക്ഷൻ ചോദിച്ചാൽ നമുക്കറിയാം WC ബാനർജിയാണ്. അത് ബോംബെ സെഷനാണ്. ഫസ്റ്റ് സെഷൻ ഓഫ് INC ആണ് 1885 ആണ്, ബോംബെ സെഷനാണ്. അന്നത്തെ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ WC ബാനർജി ആണ്, അല്ലെങ്കിൽ ഉമേഷ് ചന്ദ്ര ബാനർജി ആണെന്ന് പറയാം. ദ നെക്സ്റ്റ് വൺ 1886 ആണ്, 86 വരുന്നത് ബോംബെ കൽക്കട്ട സെഷനാണ് വരുന്നത്. കൽക്കട്ട സെഷനിൽ വരുന്നത് ദാദാഭായ് നവറോജിയാണ്. ഫസ്റ്റ് പാഴ്സി ബിക്കേം ദി പ്രസിഡന്റ് ഓഫ് INC. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ പാഴ്സി ആണ് ആര്? ദാദാഭായ് നവറോജി. അത് 1886 1886 എവിടെയാണ്? അത് കൽക്കട്ട സെഷനാണ് വരുന്നത്, ഓർത്തുവയ്ക്കുക. ദ നെക്സ്റ്റ് അടുത്ത വർഷം കൂടി നമുക്ക് വേണം, 1887 കൂടി വേണം. 1887 ഓർത്തുവയ്ക്കുക, ബോംബെ കൽക്കട്ട. പിന്നെ വരുന്നത് മദ്രാസ് സെഷനാണ്. ഈ മദ്രാസ് സെഷനിൽ വരുന്നത് ബദറുദ്ദീൻ ത്യാബ്ജാണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് മുസ്ലിം ബിക്കേം ദി പ്രസിഡന്റ് ഓഫ് INC. ഫസ്റ്റ് മുസ്ലിം ബിക്കേം ദി പ്രസിഡന്റ് ഓഫ് INC. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ മുസ്ലിമാണ് ബദറുദ്ദീൻ ത്യാബ്ജ്. അത് 1887 1887 മദ്രാസ് സെഷൻ ആയിരിക്കും. അപ്പോൾ 3 എണ്ണം അടുപ്പിച്ചെന്തെങ്കിലും പഠിക്കുക. 85 86 87 പഠിക്കണം. എന്ന് വെച്ചാൽ 85 86 87 ബോംബെ കൽക്കട്ട മദ്രാസ് സെഷൻ. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട സെഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്തിക്കാം. ദെൻ അതിനുശേഷം നമുക്ക് അടുത്ത് വരുന്നത് 1896 സെഷനാണ്, 1896 സെഷൻ. 1896 സെഷനിൽ കൽക്കട്ട സെഷനാണ്. അന്നത്തെ INC പ്രസിഡന്റ് ആയിരുന്നത് റഹമത്തുള്ള സയാനിയാണ്. ആരാണ്? റഹമത്തുള്ള സയാനി. 1896 സെഷൻ കൽക്കട്ട സെഷൻ. എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാൽ ഓർത്ത് വയ്ക്കുക. ഇറ്റ് ഈസ് എ ഫസ്റ്റ് സെഷൻ ഓഫ് ഇൻ വിച്ച് ദി നാഷണൽ സോങ് ഓഫ് ഇന്ത്യ സങ് എന്ന് പറയാം. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ആദ്യമായി ഒരു പൊതുവേദിയിൽ ആലപിക്കുന്ന സമ്മേളനമാണ് ഏത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഈ 1896 കൽക്കട്ട സെഷൻ എന്ന് ഓർത്തിക്കുക. അപ്പോൾ അന്നത്തെ INC പ്രസിഡന്റ് റഹമത്തുള്ള സാഹ്നിയാണ്. എന്ന് ഓർത്തിക്കുക, മറക്കണ്ട. 1896 സെഷൻ കൽക്കട്ട സെഷനാണ്. റഹമത്തുള്ള സയാനിയാണെന്ന് ഓർത്ത് വയ്ക്കുക, റഹമത്തുള്ള സയാനി. അന്നത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞു, വന്ദേമാതരം ആദ്യമായിട്ട് ആലപിക്കുന്ന സെഷൻ ഓർക്കുക. അപ്പോൾ 1886. അത് കഴിഞ്ഞ് 1896. നെക്സ്റ്റ് അടുത്ത സെഷൻ കൂടി നോക്കണം, 1897 കൂടിയാണ്. 1897 അമരാവതി സെഷൻ. നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയ സെഷൻ 1897 അമരാവതി സെഷൻ ഓർത്തിക്കുക. അതായത് ഫസ്റ്റ് മലയാളി ബിക്കേം ദി പ്രസിഡന്റ് ഓഫ് INC ആണ്. നമ്മുടെ INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ മലയാളി, അല്ലെങ്കിൽ ഒരേ ഒരു മലയാളി എന്നുണ്ട് C ശങ്കരൻ നായരാണ്. അത് 1897 അമരാവതി സെഷൻ എന്ന് ഓർത്തിക്കുക, അമരാവതി സെഷൻ. അപ്പം മറക്കണ്ട, 1897 സെഷൻ 1897 അമരാവതി സെഷനാണ് ഓർത്തിക്കുക. ഫസ്റ്റ് മലയാളി ബിക്കേം പ്രസിഡന്റ് ഓഫ് INC, ദാറ്റ് ഈസ് C ശങ്കരൻ നായരാണെന്ന് ഓർത്തിക്കുക. അപ്പോൾ 1897 കിട്ടിയില്ലേ. ഇനി അത് നമുക്ക് അതിൻ്റെ വരെ ഏറ്റവും പ്രധാനപ്പെട്ട സെഷൻ 1901 ആണ്, 1901 സെഷൻ ഓർത്തിക്കുക. ദാറ്റ് ഈസ് കൽക്കട്ട സെഷനാണ്. ഈ സെഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അന്നത്തെ INC പ്രസിഡന്റ് ദിൻഷാ വാച്ചാണ്. ആരാണ്? ദിൻഷാ വാച്ചാണ് വരുന്നത്. എന്താ പ്രത്യേകത വെച്ചാൽ ദാറ്റ് ഇസ് ഫസ്റ്റ് മീറ്റിംഗ് ഓഫ്, അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഗാന്ധി ഇൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സെഷൻ എന്ന് പറയാം. ഗാന്ധിജി ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സെഷനാണ് 1901 സെഷൻ. അന്ന് ദിൻഷാ വാച്ച, അല്ലെങ്കിൽ D വാച്ചയാണ് പ്രസിഡന്റ് എന്നും കൂടി ഓർത്ത് വയ്ക്കുക, മറക്കണ്ട. ഫസ്റ്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഗാന്ധി ഇൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സെഷൻ എന്ന് വെച്ചാൽ 1901 ആണ്. അന്നത്തെ INC പ്രസിഡന്റ് ദിൻഷാ വാച്ചയാണ് ഓർത്തിക്കുക, 1901. അപ്പോൾ 1901 കിട്ടുമല്ലോ. പിന്നെ പ്രധാനപ്പെട്ട സെഷൻ 2, 3 നമുക്ക് വരുന്നില്ല. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 1905 ആണ്, 1905 വാരണാസി സെഷൻ. 1905 വാരണാസി സെഷൻ എന്ന് പറയുന്നത് അന്ന് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് പ്രസിഡന്റ്. കാരണം ഗോപാലകൃഷ്ണ ഗോഖലെ. എന്താണ് ഈ സെഷന്റെ പ്രത്യേകത? ഒന്ന്, ഇറ്റ് ഈസ് എ ടൈം ഓഫ് ദി പാർട്ടീഷൻ ഓഫ് ബംഗാൾ വിഭജന കാലഘട്ടമാണ്. ഇറ്റ് ഈസ് ടൈം ഓഫ് ബംഗാൾ പാർട്ടീഷൻ. ആൻഡ് വൺ മോർ, ദി സ്വരാജ്, ദി വേർഡ് സ്വരാജ് ഈസ് ഫസ്റ്റ്ലി ഇൻട്രൊഡ്യൂസ്ഡ്. സ്വരാജ് അല്ല, സ്വദേശി പ്രശ്നം കിട്ടുക. സ്വദേശി എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സെഷൻ കൂടിയാണത് ഈ 1905. അപ്പോൾ സ്വദേശി എന്ന ഒരു വാക്ക് അത് INC ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടേംസ് അത് INC ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഈ 1905 വാരണാസി സെഷനാണ്. അന്ന് INC പ്രസിഡന്റ്
ഗോപാലകൃഷ്ണ ഗോഖലെ ഓർത്തിക്കുക. അതോടൊപ്പം ആ സെഷനെ പറ്റി എഴുതിക്കുക, ഇറ്റ് ഈസ് എ ടൈം ഓഫ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ. നമ്മുടെ ബംഗാൾ വിഭജനം, ലോർഡ് കഴ്സൺ ബംഗാൾ വിഭജനം നടക്കുന്ന ആ ഒരു കാലഘട്ടം കൂടിയാണ് ഈ 1905 വാരണാസി സെഷൻ കൂടി ഓർത്തിക്കുക. ദെൻ 1906 ഉണ്ട്, 1907 ഓർത്തിക്കുക. 1907 1907 സൂററ്റ് സമ്മേളനമാണ്. 1907 സൂററ്റ്, ഗുജറാത്തിലെ സൂററ്റിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നത്. അന്നത്തെ INC പ്രസിഡന്റ് രാഷ് ബിഹാരി ഘോഷാണ്. ആരാണ്? രാഷ് ബിഹാരി ഘോഷ്. എന്താണ് ഈ സെഷനെ പറ്റി വെച്ചാൽ, ദാറ്റ് ഈസ് സ്പ്ലിറ്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആസ് മോഡറേറ്റ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിതവാദികളും തീവ്രവാദികളുമായി പൊളിയുന്ന, സ്പ്ലിറ്റ് ആവുന്ന സെഷൻ 1907 സൂററ്റ് സമ്മേളനം. പറയുന്ന 1907 സൂററ്റ് സമ്മേളനം ഓർത്തിക്കുക. അത് ഗുജറാത്തിലാണ് സൂററ്റ്. അന്നത്തെ INC പ്രസിഡന്റ് രാഷ് ബിഹാരി ഘോഷ്. ഓർത്തിക്കുക, രാഷ് ബിഹാരി ബോസ് ഉണ്ട്, ബോസ് അല്ല, ഘോഷാണ് വരുന്നത്. പ്രത്യേകത സ്പ്ലിറ്റ് ഓഫ് INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിളരുന്നു. ഇതാണ് 1907. പിന്നെ അത് കഴിഞ്ഞ് 8 വേണ്ട, 9 വേണ്ട. പിന്നെ നമുക്ക് വരുന്നത് 1911 സെഷനാണ് വരുന്നത്. 11 വരുന്നത്. 11 അത് കഴിഞ്ഞാൽ 16 ഇമ്പോർട്ടൻറ്റ്. 11 നമുക്ക് അത്ര ഇമ്പോർട്ടൻറ്റ് വരുന്നില്ല. 1916 പ്രത്യേകത എന്തായിരിക്കും നോക്കുക, ദാറ്റ് ഈസ് ലക്നോ സെഷനാണ് വരുന്നത്. 1916 1960 ലക്നോ സെഷൻ. ലക്നോ സെഷൻ്റെ അന്നത്തെ INC പ്രസിഡന്റ് ആരത് അംബിക ചരൺ മസൂംദാർ ആണ്, അല്ലെങ്കിൽ ഷോർട്ട്ലി നമ്മൾ AC മജുംദാർ എന്ന് പറയുന്നത്. ആരാണ്? AC മസൂംദാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അംബിക ചരൺ മസൂംദാർ. അതാണ് 1916 സെഷന്റെ പ്രത്യേകത. നോർത്ത് പ്രത്യേകത നമ്മളിത് പറയുന്നത്, ദാറ്റ് ഈസ് റീയൂണിയൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. റീയൂണിയൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ദാറ്റ് മീൻസ് റീയൂണിയൻ ഓഫ് moderate and extremist and Muslim League agreed with the Indian National Congress to corporate എന്ന് പറയാം. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് ഒരുമിച്ച് പ്രവർത്തിക്കാൻ ധാരണയാകുന്നു. അതോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മിതവാദികളും തീവ്രവാദികളും ഒന്നിക്കുന്ന സെഷൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പിളർന്നൊന്നും അല്ല, 1907 പിളർന്നല്ലേ. ആ പിളർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് ബംഗ്ലാദേശ് എക്സ്ട്രീമിസ്റ്റും മോഡറേറ്റും. ഇത് രണ്ടും കൂടി ഒന്നിക്കാൻ തീരുമാനിച്ചു, ഒന്നിച്ച സമ്മേളനം. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ, സഹകരിക്കാൻ തയ്യാറായി എന്നുള്ളതും പ്രത്യേകത. ഈ രണ്ട് സംഭവങ്ങൾ 1916 ലക്നോ സെഷനിൽ വരുന്നത്. അന്നത്തെ പ്രസിഡന്റ് ഞാൻ പറഞ്ഞു, ആരാണ് അധ്യക്ഷൻ? ആരാണ്? AC മസൂംദാർ ആണെന്ന് ഓർക്കുക. അപ്പോൾ അത് 16 ഓർക്കുക. പിന്നെ 17 നമുക്ക് കുറേ ആനിബസിൻ്റെ ആദ്യത്തെ വനിതയാണ്. അത് വനിതകളുടെ സെഷൻ ഞാൻ വേറെ പറഞ്ഞാൽ. അത് ഞാൻ 18 19 നമുക്ക് ഇമ്പോർട്ടൻ്റ് വരില്ല. പിന്നെ വരുന്നത് 1921 1921 അഹമ്മദാബാദ് സെഷന്. 1921 അഹമ്മദാബാദ് സെഷനെ പ്രത്യേകത, ദാറ്റ് ഈസ് എ ഫസ്റ്റ് ആക്ടിംഗ് പ്രസിഡന്റ് ഓഫ് INC. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആദ്യമായിട്ട് ആക്ടിംഗ് പ്രസിഡന്റ് ഹക്കീം അജ്മൽ ഖാൻ ഇൻസ്റ്റഡ് ഓഫ് CR ദാസ്. CR ദാസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലൊക്കെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്, സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ CR ദാസിനുമായി പകരമായിട്ട് ആദ്യമായിട്ട് ആക്ടിംഗ് പ്രസിഡന്റ് വയ്ക്കുന്നതാണ് ഹക്കീം അജ്മൽ ഖാൻ 1921. മറക്കണ്ട, 1921 മറക്കണ്ട. അഹമ്മദാബാദ് സെഷൻ ഓർത്തിക്കുക. ഫസ്റ്റ് ആക്ടിംഗ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ദാറ്റ് ഈസ് ഹക്കീം അജ്മൽ ഖാൻ 1921. അത് 1923 നമുക്ക് 1923 ഓർത്തിക്കുക, ദാറ്റ് ഈസ് കാക്കിനാട കോൺഗ്രസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാക്കിനാട കോൺഗ്രസ്. 1923 കാക്കിനാട കോൺഗ്രസ്. കാക്കിനാട എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലാണ് വരുന്നത്. ആന്ധ്രാപ്രദേശിലാണ് കാക്കിനാട. ആ കാക്കിനാട കോൺഗ്രസ് 1923. അന്നത്തെ INC പ്രസിഡന്റ് ആയിരുന്നത് മുഹമ്മദ് അലി റൌഫ് എന്ന് പറയുന്ന വ്യക്തിയാണ്. മുഹമ്മദ് അലി റൌഫാണ് കാക്കിനാട കോൺഗ്രസ്. അതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മുടെ മലയാളിയായ T മാധവൻ ഐത്തോച്ചാറിന് പ്രമേയം അവതരിപ്പിച്ചത്. മലയാളിയായ T മാധവൻ ഐത്തോച്ചാറിന് പ്രമേയം അവതരിപ്പിച്ച സെഷനാണ് 1923 കാക്കിനാട സെഷൻ. അധ്യക്ഷൻ പറഞ്ഞു മുഹമ്മദ് അലി റൌഫ് എന്നും കൂടി ഓർത്തു വയ്ക്കുക. ക്ലിയർ ആയല്ലോ. ഇതാണ് 23 സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 21 23 മറക്കണ്ട. ഇനി അതിനുശേഷം 1924 വരുന്നത് 1924. നമുക്ക് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് 1924 1924 സെഷൻ വരുന്നത് ബെൽഗാം സെഷനാണ്. കർണാടകയിലെ ബെൽഗാം സെഷൻ. അതിൻ്റെ 100ാം വാർഷികത കഴിഞ്ഞ വർഷം നമ്മൾ ആഘോഷിച്ചു. ദാറ്റ് മീൻസ് ഗാന്ധി became the president of INC. ഗാന്ധി became the president of INC and only one time became the president of INC. ഗാന്ധിജി ഒരൊറ്റ തവണ മാത്രമേ INC പ്രസിഡന്റ് ആയുള്ളൂ. അത് 1924. ഗാന്ധിജി ഒരേ ഒരു തവണ മാത്രമേ INC പ്രസിഡന്റ്. അത് 1924 കർണാടകയിലെ ബെൽഗാം സെഷനാണ്. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ 1924 എന്ന് പറയുന്നത്. അതിൻ്റെ 100ാം വാർഷികം, ഗാന്ധി INC പ്രസിഡന്റ് 100ാം വാർഷികമാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഇന്ത്യയിൽ ആഘോഷിച്ചിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആഘോഷിച്ചിരുന്നു. അപ്പോൾ മറക്കണ്ട, 1924 ഗാന്ധി became the president of INC in ബെൽഗാം സെഷൻ. ബെൽഗാം ഈസ് ബിലോങ് ടു കർണാടക. കർണാടകയിലാണ് ബെൽഗാം എന്ന കാര്യം കൂടി ഓർത്തിക്കുക. 24. പിന്നെ 25 വരുന്നത് നമ്മുടെ കാൺപൂരിൽ വെച്ചിട്ട് നമ്മുടെ സരോജിനി നായിഡാണ്. വനിതകളെ ഞാൻ വേറെ പറഞ്ഞുതരാം. 27 നമുക്ക് പ്രധാനമായിട്ട് ആവശ്യം, 26 27 ആവശ്യം. നമുക്കിനി വരുന്ന ഒരു പ്രധാനപ്പെട്ട സെഷന് 1929 വരുന്നത്. 1929. എന്താണ് 29 വരുന്നത്? ദാറ്റ് ഈസ് ലാഹോർ സെഷൻ.
1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സെഷൻ, ലാഹോർ സെഷൻ ആണ്. പ്രസിഡന്റ് ആരാണ്? നെഹ്റു became the president of INC as the first time. നെഹ്റു became the president of INC as the first time. നെഹ്റു INC പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ സന്ദർഭം, നെഹ്റു INC പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ സന്ദർഭമാണ് 1929 ലാഹോർ സെഷൻ. ഇതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് തീരുമാനങ്ങൾ. ഒന്ന്, പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആത്യന്തികമായ ലക്ഷ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? പരിപൂർണമായ സ്വാതന്ത്ര്യം ലഭിക്കും, ഇന്ത്യക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യം. അതാണ് പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് എന്ന് സൂചിപ്പിക്കുന്നത്. ഇത് പ്രഖ്യാപിച്ചത് 1929 ലാഹോർ സെഷൻ. ഒന്ന്. രണ്ടാമത്തെ തീരുമാനം എന്നത് അടുത്ത വർഷം മുതൽ എന്ന് വെച്ചാൽ 1930 മുതൽ എല്ലാ ജനുവരി 26 ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കണം തീരുമാനിച്ചു. ആ തീരുമാനം ഉറപ്പിക്കുക. അതിനുശേഷം 1930 മുതലാണ് നമ്മൾ എല്ലാ വർഷവും ജനുവരി 26 നമ്മുടെ സ്വാതന്ത്ര്യമായി ആചരിക്കുന്നത്. അതാണ് പിന്നീട് ഭരണഘടന എഴുതി കഴിഞ്ഞ് നമ്മൾ പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടി, കെയിം ടു ഫോഴ്സ്, പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടി നമ്മൾ ഈ ജനുവരി 26 തെരഞ്ഞെടുത്തും കൂടി ഓർത്തിക്കുക. അപ്പോൾ 1929 ലാഹോർ സെഷൻ, പ്രസിഡന്റ് ഓഫ് INC ആരാണ്? നെഹ്റു ആണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ടൈം നെഹ്റു became the president of INC. ഇമ്പോർട്ടൻസ്, കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്, പരിപൂർണ്ണ സ്വാതന്ത്ര്യം, പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചു. എല്ലാ വർഷവും ജനുവരി 26 സ്വാതന്ത്ര്യമായി ആചരിക്കാൻ തീരുമാനിച്ചു. ഈ രണ്ട് കാര്യങ്ങളും 1929. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് 30 വരുന്നില്ല, 31 വരുന്നില്ല, 32, 33 നെൽസൺ ഗുപ്ത നടന്നിക്കട്ടെ. നമുക്ക് പിന്നീട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സെഷൻ എന്ന് പറയുന്നതിന് 38 വരുന്നത്. 38, 39 നമുക്ക് 38 and 39. അതാണ് 38 സെഷൻ വരുന്നത് ഹരിപുര സെഷൻ. ഹരിപുര 1938 ഹരിപുര എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലെ ഹരിപുര. സുഭാഷ് ചന്ദ്രബോസ് became the president of INC as the first time. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി INC പ്രസിഡന്റ് ആകുന്ന 1938 ഹരിപുര സെഷനാണ്. ഹരിപുര എന്ന് ഗുജറാത്താണ്. അതാണ് 38 പ്രത്യേകത. then 39 1939 പറയുന്നത് ത്രിപുരി സെഷനാണ്. ത്രിപുരി എന്ന് പറയുന്നത് മധ്യപ്രദേശിലാണ്. ത്രിപുരി സെഷൻ. ഫസ്റ്റ് ഇലക്ടഡ് പ്രസിഡന്റ് ഓഫ് INC ദാറ്റ് ഈസ് സുഭാഷ് ചന്ദ്രബോസ് വീണ്ടും പ്രസിഡന്റ് ആകുന്നു. പക്ഷേ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആദ്യമായി തെരഞ്ഞെടുപ്പ്, അധ്യക്ഷ സ്ഥാനത്തേക്ക് വേണ്ടി ആദ്യമായി തെരഞ്ഞെടുപ്പ് തുടങ്ങി. അതുവരെ തെരഞ്ഞെടുപ്പില്ല, നോമിനേഷനാണ്, നമ്മളെല്ലാവരും ഒരാളെ തെരഞ്ഞെടുക്കുന്നു. പക്ഷേ 38 ശേഷം തർക്കം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തർക്കവും ഗാന്ധിജിയും യൂത്തുകൾ തമ്മിലുള്ള ഒരു ക്ലാഷ്, ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ഒക്കെ വരികയും ആ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആദ്യമായി 1939 ഒരു ഇലക്ഷൻ നടന്നു. ആ ഇലക്ഷനിൽ യൂത്തുകളുടെ നോമിനിയായിട്ട് സുഭാഷ് ചന്ദ്രബോസും അതോടൊപ്പം തന്നെ ഗാന്ധിജി നോമിനിയായിട്ട് പട്ടാഭി സീതാരാമയ്യ വരുന്നു. ഇലക്ഷൻ നടക്കുന്നു, സുഭാഷ് ചന്ദ്രബോസ് വിജയിക്കുന്നു. ദാറ്റ് മീൻസ് ഓർത്തു വയ്ക്കുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസാണ്. 1939 ത്രിപുരി സെഷൻ. മറക്കണ്ട, ത്രിപുരി എന്ന് പറയുന്നത് എവിടെയാണ്? മധ്യപ്രദേശാണ് ത്രിപുരി എന്ന സ്ഥലം കൂടി ഓർത്തു വയ്ക്കുക. സോ 1939. അപ്പം 38, 39 സുഭാഷ് ചന്ദ്രബോസാണ്. അത് കഴിഞ്ഞാൽ 40 വേണ്ട, 40, 42 നമുക്ക് 1942 എന്ന ബോംബെ സമ്മേളനമാണ്. അന്നത്തെ INC പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ബോംബെ എന്ന് പറയുമ്പോൾ ഓർത്തേക്ക് ആ പ്ലേസ് പലപ്പോഴും ചോദിച്ചു. ബോംബെയിലെ ഖവാലിയ ടാങ്ക് ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ഖവാലിയ ടാങ്ക് ഗ്രൗണ്ട് അല്ലെങ്കിൽ അതിന് ആഗസ്റ്റ് ക്രാന്തി മൈതാൻ എന്ന് പറഞ്ഞു. ഖവാലിയ ടാങ്ക് ഗ്രൗണ്ട് അല്ലെങ്കിൽ ആഗസ്റ്റ് ക്രാന്തി മൈതാൻ 1942 ഓർത്തിക്കുക. ബോംബെ സെഷൻ. ആ ബോംബെയിലെ പ്ലേസിന്റെ പേരാണ് ഖവാലിയ ടാങ്ക് ഗ്രൗണ്ട് അല്ലെങ്കിൽ ആഗസ്റ്റ് ക്രാന്തി മൈതാൻ എന്ന് പറയാം. ഇതിന്റെ പ്രത്യേകത മൗലാന അബ്ദുൽ കലാം ആസാദ് പ്രസിഡന്റായി. മൗലാന അബ്ദുൽ കലാം ആസാദ് പ്രസിഡന്റായി 1942 പ്രത്യേകം നമുക്കറിയാവുന്നതാണ്. ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ പാസ്ഡ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച പാസ്സാക്കിയ സമ്മേളനമാണ് 1942 ബോംബെ സെഷൻ എന്ന് പറയുന്നത്. അന്നത്തെ INC പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ക്ലിയർ ആയിരിക്കും. ഇപ്പം 42 ഓർക്കുക. പിന്നീട് നമുക്ക് വരുന്നത് അറ്റ് ദി ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. 47 അറ്റ് ദി ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്, ദാറ്റ് ഈസ് മീററ്റ് സെഷൻ. 1947 മീററ്റ് സമ്മേളനം. അന്ന് INC പ്രസിഡന്റ് ആകുന്നത് ആരാണ്? ആചാര്യ JB കൃപലാനിയാണ്. മറക്കരുത്, ഈ ചോദ്യം പലപ്പോഴും വരാറുണ്ട്. ഹു വാസ് ദി പ്രസിഡന്റ് ഓഫ് INC വെൻ ഇന്ത്യ ഗെറ്റ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ അറ്റ് ദി ടൈം ഓഫ് ഇന്ത്യ ഗെറ്റ് ഇൻഡിപെൻഡൻസ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് INC പ്രസിഡന്റ് ആരാണ് പ്രവർത്തിച്ചത്? ആചാര്യ JB കൃപലാനിയാണ്. സമ്മേളനം വരുന്നത് 47 മീററ്റ് സമ്മേളനമാണ്. ക്ലിയർ? നെക്സ്റ്റ് ഇയർ 1948 നമുക്ക് ആവശ്യം. 1948 വന്നത് ജയ്പൂർ സെഷനാണ്. അന്ന് INC പ്രസിഡന്റ് ആയിട്ട് വരുന്നത് പട്ടാഭി സീതാരാമയ്യാണ്. അപ്പോൾ എങ്ങനെ ചോദ്യം വരിക വെച്ചാൽ വാസ് ദി ഫസ്റ്റ് INC പ്രസിഡന്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യത്തെ INC പ്രസിഡന്റ് ആരാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യത്തെ INC പ്രസിഡന്റ് ആരാന്ന് പറയും. അങ്ങനെ വരുമ്പോൾ അത് പട്ടാഭി സീതാരാമയ്യൻ. 1948 ജയ്പൂർ സെഷനാണ്. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആരാണെന്ന് ചോദിച്ചാൽ ആചാര്യ JB കൃപലാനി. 47 മീററ്റ്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആരാണെന്ന് ചോദിച്ചാൽ അത് പട്ടാഭി സീതാരാമയ്യ. 48 നമ്മൾ ഈ പറഞ്ഞ ജയ്പൂർ സെഷൻ ആവർത്തിക്കുക. ക്ലിയർ ആയല്ലോ? ദ നെക്സ്റ്റ് വൺ. ഇനി നമുക്ക് അടുത്ത് വരുന്നത് 1950 ആണ്. അറ്റ് ദി ടൈം ഓഫ് ഇന്ത്യ ബിക്കം റിപ്പബ്ലിക്. 1950 ഇന്ത്യ റിപ്പബ്ലിക് ആകുന്ന സമയത്ത് അന്നത്തെ INC പ്രസിഡന്റ് വെച്ചാൽ അത്
പുരുഷോത്തം ദാസ് ടണ്ടനാണ്. പുരുഷോത്തം ദാസ് ടണ്ടൻ 1950 ഇന്ത്യ റിപ്പബ്ലിക് ആകുന്ന സമയത്ത് പ്രസിഡന്റ് ഓർക്കുക 1950. പിന്നെ അതിനുശേഷം ഒരെണ്ണം നമുക്ക് വേണമെങ്കിൽ പഠിക്കാം. 1955 ആവടി കോൺഗ്രസ് എന്ന് പറയാം. ആവടി എന്ന കോൺഗ്രസ് ആവടി സമ്മേളനത്തിൽ വരുന്നത് പ്രസിഡന്റ് UN ദേബാർ ആണ്. UN ദേബാർ 1955 ഓർത്തിക്കുക. UN ദേബാർ ആവടി കോൺഗ്രസ്. ഇതിലാണ് നമുക്കൊരു സോഷ്യലിസ്റ്റ് പാറ്റേണിൽ സാമൂഹ്യ വ്യവസ്ഥ ഇന്ത്യയിൽ കൊണ്ടുവരണം എന്ന ഒരു ആശയം അല്ല അങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നതാണ് ആവടി കോൺഗ്രസ് എന്ന് പറയുന്നത്. അത് 1955 ഓർത്തുവയ്ക്കുക. UN ദേബാർ എന്ന് പറയുന്ന വ്യക്തിയാണ് അത് ANC പ്രസിഡന്റ് ഓർത്തുവയ്ക്കുക. ഇത് നമ്മുടെ പ്രധാനപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സെഷനും അതിന്റെ അധ്യക്ഷന്മാരും ഓർത്തുവയ്ക്കുക. ഇനി ഇതിൽ വനിതകൾ പ്രധാനമായിട്ട് നമുക്കറിയാം. ഒന്ന് 1917 കൽക്കട്ട സെഷൻ 1917 കൽക്കട്ട സെഷൻ ആനി ബെസന്റാണ് ANC പ്രസിഡന്റ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വുമൻ ബിക്കെയിം ദി പ്രസിഡന്റ് ഓഫ് ANC. അത് 1925 കാൺപൂർ സെഷൻ സരോജിനി നായിഡു ബിക്കെയിം ദി ഫസ്റ്റ് ഇന്ത്യൻ ബിക്കെയിം ദി പ്രസിഡന്റ് ഓഫ് ANC. ഇന്ത്യൻ വുമൻ ബിക്കെയിം ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വനിത എന്ന് പറയുന്നത് സരോജിനി നായിഡു. 1925 കാൺപൂർ സെഷൻ. ആനി ബെസന്റ് ആദ്യത്തെ വനിതയാണ്. ആദ്യത്തെ ഇന്ത്യൻ വനിത സരോജിനി നായിഡു 1925, ആനി ബെസന്റ് 17. ഇനി 1933 വരുന്നത് കൽക്കത്ത സെഷൻ. 1933 കൽക്കത്ത സെഷൻ നെല്ലിസൺ ഗുപ്തയാണ് വരുന്നത്. നെല്ലിസൺ ഗുപ്ത 1933 1933 ഓർത്തിക്കുക. നെല്ലിസൺ ഗുപ്ത ഒന്ന് ഓർത്തുവയ്ക്കുക. പിന്നീട് വരുന്നത് 1959 ഡൽഹി സെഷൻ 1959 ഡൽഹി സെഷൻ വരുന്നത് ഇന്ദിരാഗാന്ധിയാണ്. 1959 ഡൽഹി സെഷൻ ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന 4ാമത്തെ വനിത. ദെൻ അതിനുശേഷം 1997 1998 വരുന്നത്. അതും ഡൽഹി സെഷനാണ്. സോണിയാഗാന്ധി ബിക്കെയിം ദി പ്രസിഡന്റ് ഓഫ് ANC. ആ 97 സെഷനാണ് നമ്മൾ സീതാറാം കേസിലെ പ്രമേയത്തിലൂടെ പുറത്താക്കുന്നത്. ഡൽഹി സെഷൻ ഒരുപക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആദ്യത്തെ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെടുന്ന ആദ്യത്തെ ANC പ്രസിഡന്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ സീതാറാം കേസരിയാണ്. 98 അദ്ദേഹത്തെ പ്രമേയത്തിൽ പുറത്താക്കിയാണ് പിന്നെ സോണിയാഗാന്ധി അധ്യക്ഷ പദവി വഹിക്കുന്നത്. 1998 ഡൽഹി സെഷൻ. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 5 വനിതാ പ്രസിഡന്റുമാരുണ്ട്. 5 വനിതാ പ്രസിഡന്റുമാർ ഇതേവരെയായിട്ടുള്ള അവരുടെ സെഷനും വർഷം ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതേപോലെ ഫോറിനേഴ്സ് ബ്രിട്ടീഷുകാർ എത്ര ആൾ പ്രസിഡന്റുമാരെ നോക്കാം. ഒന്ന് വരുന്നത് പ്രധാനമായിട്ടും 1888 അലഹാബാദ് സെഷൻ വരെ ജോർജ് യൂൾ ആണ്. ആരാണ് ഫസ്റ്റ് ബ്രിട്ടീഷ് മാൻ ബിക്കെയിം ദി പ്രസിഡന്റ് ഓഫ് ANC. ദാറ്റ് ഈസ് ജോർജ് യൂൾ 1888 അലഹാബാദ് സെഷൻ. അത് കഴിഞ്ഞാൽ 1889 1889 തന്നെ വരുന്നത്. 1889 വില്യം വെഡർബേൺ ആണ് വരുന്നത്. സെക്കൻഡ് ബ്രിട്ടീഷ് ബിക്കെയിം ദി പ്രസിഡന്റ് ഓഫ് ANC. 1889 1889 വില്യം വെഡർബേൺ എന്ന് വരുന്നു. അത് ബോംബെ സെഷനാണ് വരുന്നത്. അപ്പോൾ അലഹാബാദ് ബോംബെ സെഷൻ. അത് കഴിഞ്ഞ് 1894 വരുന്നത് ആൽഫ്രഡ് വെബ് ആണ് വരുന്നത്. ആൽഫ്രഡ് വെബ് വരുന്നത് മദ്രാസ് സെഷനാണ് ആൽഫ്രഡ് വെബ് വരുന്നത് 3ാമത്തെ ആള്. അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് 1904 ഹെൻറി കോട്ടൺ വരുന്നത് ബോംബെ സെഷനാണ്. ബോംബെ സെഷനാണ്. ഹെൻറി കോട്ടൺ 1904 ഹെൻറി കോട്ടൺ. പിന്നെ 1910 വരുന്നത് അലഹാബാദ് സെഷൻ വില്യം വെഡർബൻ തന്നെയാണ്. എന്ന് വെച്ചാൽ ANC പ്രസിഡന്റ് 2 തവണ ANC പ്രസിഡന്റ് ആകുന്ന വിദേശി എന്ന് പറയുന്നത് വില്യം വെഡർബൻ. അത് 1910. അപ്പോൾ ഇംഗ്ലീഷ്മാൻ ബ്രിട്ടീഷുകാർ പ്രസിഡന്റ് ആയിട്ടുള്ള ഓർക്കുക. 1888 ജോർജ് യൂൾ അലഹാബാദ് സെഷൻ പറഞ്ഞു. 1889 വില്യം വെഡർബൻ ബോംബെ സെഷൻ പറഞ്ഞു. അത് കഴിഞ്ഞ് 1994 ആൽഫ്രഡ് വെബ് മദ്രാസ് സെഷൻ. അത് കഴിഞ്ഞ് 1904 ഇതേപോലെ തന്നെ ബോംബെ സെഷനും പറഞ്ഞു ഹെൻറി കോട്ടൺ പറഞ്ഞു. അത് കഴിഞ്ഞ് 1910 വരുന്നത് വില്യം വെഡർബാണ് അലഹാബാദ് സെഷനാണ്. അപ്പോൾ ഇതാണ് ഈ 4 ANC പ്രസിഡന്റ് വിദേശി. അപ്പോൾ വിദേശികളായ ആളുകളും വനിതകളെ നമുക്ക് കിട്ടി. ഇപ്പം ഇതിന് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സെഷനും ആ സെഷനിൽ ആരൊക്കെയായിരുന്നു ANC പ്രസിഡന്റ്, ആ സെഷൻ്റെ പ്രത്യേകതകൾ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വേണം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പഠിച്ചു. അല്ലാതെ നിങ്ങൾ ടോട്ടലി എല്ലാ ANC പ്രസിഡന്റുമാരെയും പഠിക്കേണ്ട, ഇങ്ങനെ പ്രധാനപ്പെട്ട സെഷൻ്റെ ANC പ്രസിഡന്റുമാരെ മാത്രം പഠിക്കുക. ആ ഇമ്പോർട്ടൻസ് എന്താണെന്നും കൂടി പഠിക്കുക. അതിൽ നമ്മൾ ഒരു വർഷം വിട്ടുപോയിട്ടുണ്ട്. 1911 1911 നിങ്ങളോട് പറഞ്ഞു, പക്ഷെ അത് പറയാൻ വിട്ടുപോയി. 1911 കൽക്കട്ട സെഷൻ വരുന്നുണ്ട്. 1911 കൽക്കട്ട സെഷൻ. അന്ന് ANC പ്രസിഡന്റ് ആയിരുന്നു BN ധർ ആണ്. ബിഷൻ നാരായൺ ധർ അല്ലെങ്കിൽ BN ധർ. നേരത്തെ നമ്മൾ 1911 പറഞ്ഞു, പക്ഷെ അത് വിട്ട് നേരെ നമ്മൾ 16ലേക്ക് കയറി. അതുകൊണ്ടാണ്. അപ്പോൾ 1911 വരുന്നത് കൽക്കട്ട സെഷൻ BN ധർ അല്ലെങ്കിൽ ബിഷൻ നാരായൺ ധർ ആണ് വരുന്നത്. എന്താണ് ആ സെഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മുടെ ദേശീയ ഗാനമായ വന്ദേ മാതരം സരള ദേവി ചൗധരി ആദ്യമായിട്ട് പാടുന്നു. വന്ദേ മാതരം ദേശീയ ഗാനം ജനഗണമന ആദ്യമായിട്ട് ആലപിക്കുന്ന സെഷൻ 1911. വന്ദേ മാതരം 1896 1996. കൽക്കട്ട സെഷൻ രണ്ടും കൽക്കട്ട സെഷൻ. ഇത് 11 നമ്മൾ ദേശീയ ഗാനം ആദ്യമായിട്ട് ജനഗണമന ആദ്യമായിട്ട് ആലപിക്കുന്ന സമ്മേളനം
1914 കൽക്കട്ട സെഷൻ. അന്നത്തെ പ്രസിഡന്റ് BN ദർ ആണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ അതുകൂടി അതിൽ ചേർത്ത് പഠിക്കുക. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട സെഷൻ വളരെ ഭംഗിയായിട്ട് പഠിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റു കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 9846298093 നമ്മൾ കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകണം. സോ അടുത്ത ക്ലാസ് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ബൈ.